Hi everyone, welcome to Neo Home Tuitions. Welcome back you all. And so we were discussing about some of the important questions which has a chance to be asked in the coming examinations, is it? So before going on to the class, I wish to share you a GK question that is a part of a Neo Home Tuitions, okay, which will help you to improve your GK knowledge also. So the question is, which animal is the national symbol of Australia? Which animal is the national symbol of Australia? Options are kangaroo, emu, crocodile. So you can mark any of the answers and I wish that those answers should be correct. Okay. So at the end of the class, I will be revealing the answer. Before that, we can just continue our classes. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു, ഒരു സർക്കിളിന്റെ ഒരു കൺസ്ട്രക്ഷൻസ്, അതായത് ടാൻജൻസ് വരയ്ക്കുന്നതായിരുന്നു ഒരു സർക്കിളിന്. ഐ ഹോപ്പ് ദാറ്റ് യു ഓൾ ഗോട്ട് ദാറ്റ് ഐഡിയ. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ വരുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫിഗേഴ്സ് വരുന്നത്. ഓക്കെ. സോ ആദ്യം സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിൾ വരയ്ക്കണം 3 സെന്റിമീറ്റർ റേഡിയസിൽ O എന്ന് പറഞ്ഞിട്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെന്ററിൽ നിന്ന്, അതായത് ഈ പറയുന്ന ഈ ഒരു സെന്ററിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മാർക്ക് OP 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈന് വരയ്ക്കണം. ഓക്കെ. ഈ ഒരു OP എന്ന് പറയുന്ന ലൈനാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് draw a perpendicular bisector of the line OP such that it meets M. അതായത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ഈ അതിന്റെ ജോയിൻ ചെയ്യുന്ന ഈ OP എന്ന് പറയുന്ന ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്തു, M എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ ചെയ്തിട്ടുള്ളത്, ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് OM ആൻഡ് കട്ട് ദ സർക്കിൾ അറ്റ് Q ആൻഡ് R. അതായത് ഒരു സർക്കിൾ ഈ OM എന്ന് പറയുന്ന OM റേഡിയസ് ആക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. എങ്ങനെയായിരിക്കണം, ആൻഡ് കട്ട് ദ സർക്കിൾ അറ്റ് Q ആൻഡ് R. എന്നിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള സർക്കിളിൽ ഈ സർക്കിള് പുതിയതായിട്ട് വരയ്ക്കുന്ന സർക്കിൾ ഈ Q ആൻഡ് R എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ്സിൽ എന്ത് ചെയ്യണം, കട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ PR ആൻഡ് PQ. തമ്മിൽ ജോയിൻ ചെയ്യാം. ഓൾറെഡി അവിടെ P എന്ന് പറഞ്ഞ പോയിന്റ് അല്ലോ. അപ്പൊ ഈ പുതുതായിട്ട് വരച്ച സർക്കിൾ ഓൾറെഡി ഉള്ള സർക്കിളിനെ കട്ട് ചെയ്ത പോയിന്റ്സ് ഉണ്ടല്ലോ Q ആൻഡ് R. അപ്പൊ ഈ P യിൽ നിന്ന് Qയിലോട്ടും Rലോട്ടും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ലൈൻ വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പൊ PR ആൻഡ് PQ എന്ന് പറയുന്ന ആ പുതുതായിട്ട് കിട്ടുന്ന ജോയിൻ ചെയ്ത ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടാൻജൻസ്. ഓക്കെ. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. സോ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, റേഡിയസ് 3 സെന്റിമീറ്റർ, സെന്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ OP എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 7 സെന്റിമീറ്റർ അവേ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു പോയിന്റ് സെൻട്രൽ Oയിൽ നിന്ന് P എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് 7 സെന്റിമീറ്റർ വിട്ടിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ OPന്റെ ലൈനിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്നിട്ട് ആ ബൈസെക്ടർ ഈ OPനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് M എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ OM റേഡിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു സർക്കിൾ വരച്ചു. എന്നിട്ട് ഈ പുതുതായിട്ട് വരച്ച സർക്കിൾ പ്രീവിയസ് ആയിട്ടുള്ള ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിനെ നമ്മൾ Q ആൻഡ് R എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആ എക്സ്റ്റേണൽ പോയിന്റ് ആയിട്ടുള്ള P, അതിൽ നിന്നാണല്ലോ ടാൻജന്റ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ. സോ ആ പറഞ്ഞ പോയിന്റ് P യിൽ നിന്ന് നമ്മൾ ഈ Q ആൻഡ് Rലോട്ട് എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. സോ ആ കിട്ടിയ PR ആൻഡ് PQ എന്ന് പറയുന്ന ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ടാൻജൻസ് ഓഫ് ദ സർക്കിൾ. ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കൺസ്ട്രക്ഷൻ ഭാഗം എന്തായാലും ഉണ്ടാവും. സോ യു ഹാവ് ടു ലേൺ ദിസ്. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് P of x is equal to x cube plus ax square minus x plus b and ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. പോളിനോമിയൽ തന്നിട്ടുണ്ട് x cube plus ax square minus x plus b and there are 3 sub questions. The first sub question is that find the relation between a and b for x minus 1 to be a factor of P of x. അതായത് A and B ന്റെ റിലേഷൻ, നമ്മുടെ ഈ തന്നിട്ടുള്ള പോളിനോമിയൽ A and B എന്ന് പറഞ്ഞ രണ്ട് ടേംസ് ഉണ്ട്. സോ അതിന്റെ റിലേഷൻ കണ്ടുപിടിക്കണം. അത് നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്ന് പറയുന്നത് x minus 1 to be a factor of P of x. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് find the relation between A and B for x minus to be a factor of P of x. Okay. And തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A and B കണ്ടുപിടിക്കണം. കാരണം നമുക്ക് സബ് ക്വസ്റ്റ്യൻ A and B യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല, ഒരു റിലേഷൻസ് കിട്ടും, A and B ന്റെ റിലേഷൻ കിട്ടും. ആ റിലേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് A and B യുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ. അതാണ് 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
You have to find the relation between a and b for x minus 1 to be a factor of p of x. x minus 1 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ പോളിനോമിയൽ. അപ്പോൾ നമ്മൾ സൊല്യൂഷനിലോട്ട് പോവുകയാണെങ്കിൽ p of x is equal to x cube plus ax square minus x plus b. This is the given polynomial അല്ലേ. And the first sub question, according to the first sub question, it is given that, sorry, it is not x minus 2, it is x minus 1. Okay, x minus 1 is a factor of p of x, is it? So x minus 1 എന്ന് പറയുന്നത് factor of p of x ആണെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? x equal to 1, അതായത് x equal to 1 ആണെന്നാണ് മീനിങ്. ഓക്കെ, സോ x equal to 1 എന്ന് അതായത് x ന് എന്തിട്ട് കൊടുക്കുക? 1 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് x minus 1 is a factor of p of x implies x is equal to 1 is a factor of p of x. അപ്പൊ x is equal to 1 എന്ന് പറയുന്നത് p of x ന്റെ ഫാക്ടർ ആണെങ്കിൽ ആ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ പോളിനോമിയലിന്റെ വാല്യൂ എന്താണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ p of 1 equal to 0 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ സിൻസ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും? 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, സോ നമ്മൾ p of 1 എന്ന് പറയുന്നത് 1 ആ തന്നിട്ടുള്ള പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു, which is equal to 0. So 1 cube plus a into 1 square minus 1 into b equal to 0, which implies 1 plus a minus 1 plus b equal to 0. ഇവിടെ ഈ ഒരു പോസിറ്റീവ് 1 ഉം ഈ ഒരു നെഗറ്റീവ് 1 ഉം എന്തായി പോകും? ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി a plus b equal to 0. So this is the relation. Okay, ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? റിലേഷൻ വരുന്നത്. അതായത് x minus 1 is a factor of p of the relation between a and b is a plus b equal to 0. And the second sub question is that find the relation between the a and b for x minus 2 be a factor of p of x. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. x minus 1 ന്റെ പകരം x minus 2 ഫാക്ടർ ആണെങ്കിൽ എന്താണെന്നാണ്. സോ x minus 2 ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ വരുന്നത്? x equal to 2 എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ 2 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോളിനോമിയൽ എന്താവും? 0 ആവും, സിൻസ് ഇറ്റ് ഈസ് എ ഫാക്ടർ. സോ അതുകൊണ്ട് തന്നെ p of 2 equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 2 cube plus a into 2 square minus 2 plus b equal to 0 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താണ്? 8 plus 4a minus 2 plus b equal to 0. 8 minus 2 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ് അല്ലെ. സോ 4a plus b equal to minus 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റിലേഷൻ, ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ റിലേഷൻ, ദാറ്റ് ഈസ് 4a plus b equal to minus 6 is the relation we are getting if x minus 2 is a factor of p of x. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് എ ആൻഡ് ബി എന്ന് കിട്ടിയ ആ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കണം? വാല്യൂസ് ഓഫ് എ ആൻഡ് ബി കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എ ആൻഡ് ബിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ജസ്റ്റ് write the given, that is just you have to write the mention the equations you have got from the you have obtained from the first two sub questions. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടിയ റിലേഷൻ ആണ് a plus b equal to 0 എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതാണ് 4a plus b equal to minus 6 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? a and b യുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് a and b യുടെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക? Just you can apply either the elimination method or substitution method. Okay, ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ അതായത് ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ആഡ് ദീസ് ടു ഇക്വേഷൻസ് ആൻഡ് the b will be you can cancel this b, so 4a plus a will be 5a, so 5a is equal to അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈസി ആയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് യു ക്യാൻ ദ എലിമിനേഷൻ മെത്തേഡ് ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഹിയർ. ഓക്കെ, സോ നിങ്ങൾക്ക് എ ആൻഡ് ബിയുടെ വാല്യൂസ് കിട്ടുന്നതായിരിക്കും. ഇനി എ സർക്കിൾ, സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സർക്കിൾ വിത്ത് സെന്റർ 3, 4 പാസസ് ത്രൂ ദ ഒറിജിൻ. അതായത് ഒരു സർക്കിൾ ഉണ്ട്, അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇതാ 3, 4 ആണെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ സർക്കിൾ എന്ന് പറയുന്നത് പാസ് ചെയ്യുന്നത് ഒറിജിനിലൂടെയെന്ന് പറയേണ്ടതാ. ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, സോ ഈ ഒറിജിനിലൂടെയാണ് നമ്മുടെ സർക്കിൾ പാസ് ചെയ്യുന്നത് പറഞ്ഞ് തന്നിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? 3, 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? യു ഹാവ് ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ